ആറന്മുള ക്ഷേത്രത്തിൽ തിരുവോണസദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയെത്തി. വ്യാഴാഴ്ച വൈകിട്ട് കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നാണ് മാങ്ങാട് വട്ടതിരി തോണിയിൽ പുറപ്പെട്ടത്. ക്ഷേത്രക്കടവിൽ ആചാരപരമായ തോണിയെ സ്വീകരിച്ചതിന് ശേഷം തിരുവോണസദ്യ ഒരുക്കാനുള്ള നടപടികൾ തുടങ്ങി. നിരവധി പേരാണ് ചെറിയ മഴയ്ക്കിടയിലും ആറന്മുളയിൽ എത്തിയിരിക്കുന്നത്. വഞ്ചിപ്പാട്ടുമൊക്കെയായി ആവേശത്തിലാണ് ആളുകൾ. അതേസമയം തിരുവോണം പ്രമാണിച്ച് ഗുരുവായൂർ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശബരിമലയിലും പ്രത്യേക ചടങ്ങുകൾ നടക്കും. അതേസമയം ഓണം സ്പെഷ്യൽ സർവീസുകളുമായി KSRTCയും റെയിൽവേയും രംഗത്തുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ്. കള്ളവും ചതിയും ഇല്ലാത്തൊരു ഭൂതകാലത്തിലേക്കുള്ള മലയാളിയുടെ ഗൃഹാതുരമായ യാത്ര കൂടിയാണ് ഈ ഉത്സവം. ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഒരു കാലത്തിൻ്റെ ഓർമ്മകളിൽ ചവിട്ടി നിന്ന് സമത്വസുന്ദരമായ ഒരു ലോകം ആവിഷ്കരിക്കാൻ ഓരോ മലയാളിയും ശ്രമിക്കുന്നു. കർക്കിടകത്തിലെ വറുതിക്ക് ശേഷം ചിങ്ങം മാസം എത്തുന്നതോടെ കാർഷിക സമൃദ്ധിയുടെയും നിറവിൻ്റെയും നാളുകളാണ് എത്തുന്നത്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദൃഢമാക്കുന്നതിന് പഠിപ്പിക്കുന്നതുമായ ഒരു പുതുവർഷമാണിത്. തുമ്പിയും മുക്കുറ്റിയും കാക്കപ്പൂവുമൊക്കെ നിറഞ്ഞ തൊടികളും പത്തായം നിറക്കിലുമൊക്കെ ഏറെക്കുറെ അന്യമായെങ്കിലും ഓണത്തിൻ്റെ ആത്മാവിനെ ചേർത്ത് പിടിക്കുന്നു. ഓണക്കോടിയെടുത്ത് പൂക്കളമൊരുക്കിയാൽ പിന്നെ അടുക്കളയിൽ സദ്യവട്ടങ്ങളുടെ തിരക്കാണ്. രുചി ഭേദകങ്ങളുടെ കലവറ തീർക്കുന്ന സദ്യ തൂശന നിലയിൽ തന്നെ വിളമ്പുന്നത് ഒരു ചടങ്ങാണ്. വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളുമുണ്ട്. തലമുറകൾ കൈമാറി വന്ന ഓണക്കളികളും ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു.